ഒരു പ്രധാനമന്ത്രിക്ക് കരുവന്നൂർ ബാങ്കിൽ നടന്ന ഈ കൊള്ളയെക്കുറിച്ച് നടപടിയെടുക്കാൻ എത്ര സമയം വേണം? എല്ലാം ഇപ്പോൾ എത്ര അതിശരവേഗത്തിലല്ലേ ഡൽഹി ED അന്വേഷണം നടത്തിയത്? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് എത്ര സമയമെടുത്തു? മണിക്കൂറുകളോടല്ലേ കേജ്രിവാളിനെ ജയിലിലടച്ചത്? കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിയും കൊള്ളയും അന്വേഷിക്കാൻ പ്രധാനമന്ത്രിക്ക് വാസ്തവത്തിൽ പ്രധാനമന്ത്രി വീണ്ടും ഇവിടെ വരേണ്ട കാര്യം എന്നറിയാം. പ്രധാനമന്ത്രിയെക്കാൾ വളരെ ശക്തമായി രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് രൂക്ഷമായി എതിർത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുന്ന പിണറായി വിജയൻ BJPയുടെ പ്രചാരകരായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പിണറായി വിജയൻ സ്റ്റാർ ക്യാമ്പയിനറാണ് BJP. പ്രധാനമന്ത്രിയെക്കാൾ എത്ര ശക്തമായിട്ടാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്, പ്രധാനമന്ത്രിയെക്കാൾ എത്ര ശക്തമായിട്ടാണ് കോൺഗ്രസിനെ എതിർക്കുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതിരിക്കാൻ പിണറായി വിജയൻ നടത്തുന്ന പ്രചരണം എന്താ? ബംഗാളിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിമൻ ബാസു, ത്രിപുരയിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മണികർത്ത, അവരെല്ലാം ഇന്ത്യ സഖ്യത്തെ അധികാരത്തിൽ കൊണ്ടുവരാൻ ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസ് പതാകയും രക്തപതാകയും ഒരുമിച്ച് കെട്ടി വോട്ട് പിടിക്കുന്നു. അവർ ഇവിടെ പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയല്ല കോൺഗ്രസിലെ പരാജയം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, മോഡിയേക്കാൾ BJPയുടെ പ്രചാരകരായി ഇന്ന് കേരളത്തിലെ സ്റ്റാർ ക്യാമ്പയിനറായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി എന്തായാലും 6ാം പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി അദ്ദേഹം ഇങ്ങോട്ട് വരാതിരിക്കാൻ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തോട് പ്രത്യേകം അഭ്യർത്ഥിക്കുക. കാരണം ഈ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ മോഡിയുടെ ജോലി ഭംഗിയായിട്ട് പിണറായി വിജയന്റെ പോയി. ആണ്. പക്ഷേ ഒരു അന്തർധാര ഇതിലുണ്ട്. അന്തർധാരയുടെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അതിന് പിണറായി വിജയനും വളരെയധികം ഗുണം അതിൽ നിന്ന് കിട്ടും. ഇപ്പം തന്നെ രാവിലെ ദേശത്തെ പ്രാവശ്യം മാറ്റി വെച്ചു. മകളുടെ പേരിലുള്ള മാസപ്പടി കേസ് എന്തെങ്കിലും ഒരു അതിന് ഉണ്ടോ? കരുവന്നൂർ ബാങ്ക് പറയിലല്ലാതെ നടപടിയുണ്ടോ? അതെന്താ BJP CPM അന്തർധാരയുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നു രണ്ടക്കം. എവിടെ നിന്നാണ് ഈ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം? സാധാരണ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ആത്മവിശ്വാസം അറിയില്ല. തങ്ങളുടേതല്ലാത്ത 2 സ്ഥാനാർത്ഥികളെ വെടികൊടുത്തിട്ടായാലും സ്വർണ്ണത്താലത്തിൽ വെച്ച് 2 MP-മാരെ BJPക്ക് സമ്മാനിക്കുമെന്നുള്ളതാണ് പിണറായി മോഡി ഈ അന്തർധാരയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള കരാർ. അതാ നിങ്ങളെ അപേക്ഷിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കണ്ടുപിടിച്ചാലും പറയാനാണെങ്കിൽ ഞാൻ പേര് പറയുള്ളൂ. അത് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. തങ്ങളുടേതല്ലാത്ത 2 ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥികളെ ഞാൻ ആരെ ഉദ്ദേശിക്കുന്നോ അത് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പോയിട്ടുള്ളൂ. അല്ല, സംശയം ഇങ്ങനെ പറയാൻ പറ്റും. ബാക്കിയെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷണത്തിലുള്ള പത്രപ്രവർത്തകർ ഈ BJP CPM അന്തർധാരയുടെ യഥാർത്ഥത്തിലുള്ള ഉടമ്പടി കാണുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. ബാക്കി നിങ്ങളൊരു കൂടി അതിനെന്തെങ്കിലും ഒരു തെളിവ് പറയട്ടെ. അതല്ല, ഈ പിണറായി വിജയൻ നടത്തുന്ന പ്രചരണം കണ്ടാൽ ഏതെങ്കിലും ഒരു പൊട്ടയല്ലാതെ ഇത് പറയും. ഇത് മോഡിയേക്കാൾ എത്ര ശക്തമായിട്ടാണ് ഞങ്ങളെ നിർത്തുന്നത്. അതെ, ഞങ്ങൾ തമ്മിലാണ് മത്സരം. അതാണ് ഏറ്റവും അതെ ഞങ്ങൾ മത്സരിക്കുന്നത്. സീതാറാം യെച്ചൂരിയും G രാജയും രാജ്യവ്യാപകമായി നടത്തുന്ന ശ്രമം ഇന്ത്യ ക്രിക്കറ്റ് അതെ. പക്ഷേ പിണറായിക്ക് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ഒരു കാര്യം കൂടി പറയാൻ ഈ തെരഞ്ഞെടുപ്പ് BJP ഗവൺമെന്റ് 10 വർഷം
ഈ സാമ്പത്തികത്തിന് ഇന്ത്യയുടെ മതേതരത്വം ഏതെങ്കിലും കാര്യം സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി അവർക്ക് സോണിയാ ഗാന്ധി അതൊക്കെ ചേർന്ന് പ്രധാനമന്ത്രിക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ്. ഓരോരുത്തരും പറയുന്നതിനുള്ള അവരവരോട് അതൊക്കെ സംഭവിക്കും. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം വേണുഗോപാൽ ജയിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ ജയിക്കും എന്ന ഉറപ്പിലാണല്ലോ താങ്കളെ ചോദ്യം ചോദിക്കുന്നത്. 10 റൗണ്ടിൽ അവരെ ജയിച്ചു കഴിയും. അല്ല, അത് രണ്ടാമത്തെ കാര്യമല്ലേ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഓരോ സീറ്റും അത്ഭുതാപരം നിങ്ങൾ വിലയിരുത്താം. അല്ല, നിങ്ങൾ എനിക്ക് ഞാൻ നിങ്ങളുടെ പത്രം ഏതാണെന്ന് ചാനൽ ഏതാണെന്ന് ചോദിക്കുന്നില്ല. അതെ, കെ.സി. വേണുഗോപാൽ ജയിച്ചാൽ രാജസ്ഥാനിലെ സീറ്റ് അപ്പോൾ നിങ്ങൾ സംബന്ധിച്ചു ആദ്യ റൗണ്ടിൽ കെ.സി. വേണുഗോപാൽ ജയിക്കും. താങ്ക് യു വെരി മച്ച്. രാജ്യസഭാ സീറ്റ് നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ജോലിയല്ലോ. ഞങ്ങൾക്ക് കേരളത്തിൽ ഓരോ അല്ല, അതിപ്പോ നിങ്ങളൊക്കെ ദേശീയ പത്രത്തിന്റെ കറസ്പോണ്ടന്റായിട്ട് വിശ്വഭവനായിട്ടും ദേശീയ കറസ്പോണ്ടന്റായിട്ട് ചോദിക്കുമ്പോൾ അതിൽ കേരളത്തിലല്ലേ കാര്യം ചോദിക്കുന്നത്. അതല്ല, അതൊക്കെ അല്ല സുഹൃത്തെ, ലോക്സഭയിലെ ഭൂരിപക്ഷത്തിലാണ് ഗവൺമെന്റ് ഉണ്ടാവുന്നത്, രാജ്യസഭയിലല്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യം. അത് നിങ്ങൾക്ക് നിർണായകം. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം നിങ്ങൾ നേരം എടുക്കുന്നത് വരെ ചോദിച്ചാലും എന്നിൽ നിന്ന് കിട്ടില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഞങ്ങൾക്ക് ഓരോ സീറ്റും എനിക്കെല്ലാം മനസ്സിലായി. പറയുമ്പോൾ അല്ല, എനിക്കിതെല്ലാം മനസ്സിലായി. ഞങ്ങൾക്ക് ലോക്സഭയിലെ ഓരോ സീറ്റും പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരേ ഒരു സീറ്റാണ്. അത് എന്ത് വില കൊടുത്തും ജയിക്കണം. അതിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഇത് പറഞ്ഞു ഏതാണ്ട് ക്ലീശയായി. ഇനി ചോദ്യത്തിന് ഞാൻ ഇലക്ഷൻ തുടങ്ങിയ കാലം കൊണ്ട് എല്ലാവരെയും കൈകളിൽ അവര് പറഞ്ഞ് അവരുടെ ആവുകയാണ് ഇദ്ദേഹത്തിന്